കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ മനോഹരമായ ഈ 10 ദിവസം ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ ആദ്യപിതാക്കന്മാർ കൂടി വന്ന് കർത്താവിനെ ആരാധിച്ചതുപോലെ ഒരു ശേഷിപ്പായി ഈ ദേശത്ത് ഈ സഹായിക്കുകയും അനുവദിക്കുകയും സാന്നിധ്യം ഒരാഴ്ച മുഴുവൻ ഞങ്ങളെ ക്ഷേമത്തോടെ കാത്ത് പരിപാലിച്ച അവരുടെ കൃപകൾക്കായി നന്ദിയോടെ ഞങ്ങൾ കർത്താവിനെ ഞങ്ങൾ ആരാധനയോടെ മടങ്ങി ഈ ദിവസങ്ങളിൽ കർത്താവ് ഞങ്ങളെ കാത്തുവല്ലോ. ദോഷമായതൊന്നും ഭവിക്കാതെ ക്ഷേമത്തോടെ ഞങ്ങളെ കാത്തു പരിപാലിച്ചു. ഈ ആഴ്ചയും പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾക്ക് ഒരു മനസ്സോടെ കൂടി വരുവാൻ കർത്താവ് അവസരങ്ങളെ നൽകിത്തന്നു. വീണ്ടും ഒരു ആരാധനയായി കടന്നു വരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ. നന്ദി കർത്താവ്. ഈ പ്രാരംഭ സമയം ബൈബിൾ ക്ലാസ്സായി ഞങ്ങൾക്ക് സൺഡേ സ്കൂൾ പഠനങ്ങൾ നിങ്ങളുടെ ആശയോടുകൂടി ദൈവത്തിന്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനകരമായ ഉപകാരപ്രദമായ കർത്താവെ സന്ദേശങ്ങൾ ശ്രമിപ്പാൻ കർത്താവ് അവിടുത്തെ സന്നിധിയിൽ ഫലമേൽപ്പിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിൽ സ്തോത്രത്തോടും സ്തുതിയോടും കൂടെ ഞങ്ങൾ കടന്നു വരേണമെന്നുള്ളത് ദൈവത്തിന്റെ വചനമാണല്ലോ. അതുകൊണ്ട് ഈ സമയം അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ ഫലമേൽപ്പിക്കുന്ന സ്തുതി സ്തോത്രങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങ് ആരാധനയ്ക്ക് യോഗ്യനാണല്ലോ. എല്ലാ മഹത്വത്തിനും പുകഴ്ചയ്ക്കും അങ്ങ് മാത്രമേ ഉയർത്തുന്നു. ഇന്ന് ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ സാന്നിധ്യം ഇവിടെ എഴുന്നള്ളിയിട്ടുണ്ടല്ലോ. 2-3 പേർ അങ്ങയുടെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ അവരുടെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ച് ആരാധിക്കുന്നു. ഞങ്ങളുടെ ആരാധന കർത്താവിന് സുഗ്രാഹ്യമായി തീരണമേ. ഞങ്ങളിൽ കർത്താവ് പ്രസാദിക്കണമേ. കർത്താവെ, ഞങ്ങളിൽ ആരും ബലഹീനരോ ക്ഷീണിതരോ രോഗികളോ ആയി തീരാതെ വണ്ണം കർത്താവ് ഞങ്ങളെ കാത്ത് സൗഖ്യത്തോടെ സമാധാനത്തോടെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്നല്ലോ. നന്ദി കർത്താവേ. ഇവിടെ ഞങ്ങൾ അർപ്പിക്കുന്ന പാട്ടുകൾ, പ്രാർത്ഥനകള്, സങ്കീർത്തന ധ്യാനങ്ങള്, വചന ശുശ്രൂഷകളെല്ലാം കർത്താവിന് സുഗ്രാഹ്യമായി തീരട്ടെ. ഞങ്ങളെ പ്രസാദിക്കണമേ. ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാക്കി തരണമേ കർത്താവേ. ശുശ്രൂഷകളെല്ലാം കർത്താവിന്റെ പാദപീഠത്തിൽ അർപ്പിക്കുന്നു. പ്രാർത്ഥന കൈക്കൊണ്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. നമുക്ക് പാട്ടുകൾ പാടി കർത്താവിനെ ആരാധിക്കാം. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. നമ്മുടെ ജീവിതമാകുന്ന പടകിൽ കാറും കോളും ഓളങ്ങളും വരുന്ന സമയങ്ങളിൽ നമ്മൾ പലപ്പോഴും ഹല്ലേലൂയ ആ ശിഷ്യന്മാരെ പോലെ ചോദിക്കുന്നവരാണ്. ആമേൻ. കർത്താവ് ഈ പടകിലില്ലയോ? ഹല്ലേലൂയ, അവൻ ഉറങ്ങുകയാണോ എന്ന് ചോദിച്ചു. എന്നാൽ ദൈവം പറയുന്നു, കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ ആ പടകിലുണ്ട്. അവൻ അമരത്ത് തലവെച്ച് മയങ്ങുമെങ്കിലും ഞാൻ നശിച്ചു പോകാതെ ഹല്ലേലൂയ ആ വലിയ കരകളെ താങ്ങുന്ന വലിയ കർത്താവ് ആ പടകിലുണ്ട്. ദൈവത്തെ ധ്യാനിച്ച് അനേക നാളുകൾക്ക് മുമ്പ് ദേവദാസൻ എഴുതിയ ഈ പാട്ട് നമുക്ക് ഒരുമിച്ച് ഈ കാലഘട്ടത്തിൽ പാടി ദൈവത്തെ സ്തുതിക്കാം. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള കടലിലുണ്ട്. ആമേൻ. നിയന്ത്രിപ്പാൻ കഴിവുള്ള കടലിൽ
നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. അവിടുത്തെ കൃപയാണ് ഇന്ന് നമ്മളെ നോക്കിയിരിക്കുന്നത്. നമുക്ക് ദൈവത്തെ ധ്യാനിച്ചിട്ട് പുതിയ പാട്ട് നമുക്ക് പാടാം. ഈ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായും. കാലച്ചെന്നൻ കേൾക്കുന്നുണ്ട് കാവുകളിലായി. തൻ സൗരഭ്യം പരക്കുന്നുണ്ട് ഈ അന്തരീക്ഷത്തിൽ. ഈ സൗന്ദര്യം ഞാൻ ദർശിക്കുന്ന കണ്ണുകളാൽ. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ സാമീപ്യം രാവിലെ നമ്മൾ കേട്ടതുപോലെ പലപ്പോഴും ിരിക്കുമ്പോൾ നിന്റെ സമയിലേക്ക് കൊണ്ടുവന്ന് മകളെ ജീവിക്കുന്ന ദൈവമാണ്. ഈ കൃപയിൽ വീടുപോകല്ലേ, ഈ കൃപയിൽ നമ്മെ നിർത്തണമേ. തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായും. കേൾക്കുന്നുണ്ട് കാതുകേളില്ല. ഈ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായും. കേൾക്കുന്നുണ്ട് കാതുകേളില്ല. സൗരഭ്യം പരക്കുന്നുണ്ട് ഈ അന്തരീക്ഷത്തിൽ. Hallelujah.
സമയം കർത്താവിന്റെ സാന്നിധ്യവും നമ്മോടുകൂടെ ഉണ്ടായിരുന്നല്ലോ. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടുവാൻ കർത്താവ് കൃപ നൽകി പങ്കെടുക്കുവാൻ കർത്താവ് ശക്തീകരിച്ചു വലിയ അഭിഷേകത്തോടെ കർത്താവിന് വേണ്ടി ആരാധനയുടെ അനുഗ്രഹത്തിനായിട്ട് നാം പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങുന്ന സമയമാണ്. ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന രണ്ട് പേർക്ക് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അവരിലേക്ക് നോക്കിയ പ്രകാശിതരായി ലക്ഷിച്ചു പോയതുമില്ല. വിളിച്ചു ശ്രദ്ധ വെച്ച് കേട്ടു. സകല കഷ്ടങ്ങളിൽ സാക്ഷ്യമാകാത ചെയ്ത സകല നന്മകൾക്ക് ഞാൻ നിനക്ക് മുൻപ് പകരം തരും. രക്ഷയുടെ പാലവാറപ്പെടുത്ത എന്റെ കൂടെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. അവന്റെ സകല ജനവും കാണിക്ക കഴിക്കും. ഇന്ന് പകൽക്കാലം അതിനുവേണ്ടി നിങ്ങൾ കടന്നു വന്നിരിക്കുന്ന കർത്താവേ, മറ്റൊന്നും അടികളുടെ മുമ്പിലില്ല കർത്താവേ. അടിയങ്ങളെ വിടുവിച്ച ദൈവത്തിന് അൺകണ്ടീഷണൽ ലവ് തന്ന അടിയങ്ങളെ സ്നേഹിച്ച ദൈവത്തിന് എന്റെ അപ്പനെ വാഴ്ത്തുവാൻ, സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ അങ്ങ് ഒരുക്കിയ മകൻ ഭാഗ്യത്തിനായിട്ട് അങ്ങേ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന പിതാവേ. അങ്ങയുടെ സന്നിധിയിൽ നിങ്ങൾ അല്പസമയം ആയിരിക്കുമ്പോ കർത്താവേ, ഏകാഗ്ര ഹൃദയത്തോടെ നിങ്ങളെ ഇരുത്തുവാനായിട്ട് അങ്ങയുടെ നാമത്തിന് തക്ക മഹത്വം തരുവാൻ ഈ പകൽക്കാലം അടിയങ്ങളെ ഒന്ന് സഹായിക്കുവാനാകണമേ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവകൃപ ധാരാളം വേണം കർത്താവേ. ഓരോ നിമിഷവും കർത്താവേ ഈ ദുഷ്ടലോകത്തിൽ നിലകൊള്ളുവാൻ അങ്ങയുടെ കൃപ ധരിച്ചവരായി ജീവിപ്പാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടിയങ്ങളെ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ. കർത്താവേ, ഹൃദയങ്ങളെ അന്തരേന്ദ്രിയങ്ങളെയും അതിനെ ശോധന ചെയ്യുന്ന ദൈവമേ, ഓരോരുത്തരും അവസ്ഥ എവിടെ അറിയുന്നു കർത്താവേ. ഓരോരുത്തർക്കും കർത്താവേ ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ അങ്ങ് ശക്തരായിരിക്കാൻ നന്ദി കർത്താവേ. അങ്ങയുടെ സന്നിധിയിൽ വന്നവരാരും കർത്താവേ ഒരു നാട് കർത്താവേ വെറും കൈയായി പോയിട്ടില്ല കർത്താവേ. അങ്ങയുടെ കൃപ പ്രാപിച്ചവരായി, ധൈര്യം പ്രാപിച്ചവരായി, വിശ്വാസം വർദ്ധിക്കുന്നവരായി കടന്നു പോകുവാൻ ഓരോ ജീവിതങ്ങളെ കർത്താവ് പകൽക്കാലം സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നതിനാലെ രണ്ട് ദൈവദാസന്മാരെ കുടുംബമായി അനുഗ്രഹിച്ചു കർത്താവിന്റെ കൃപ നിന്റെ മക്കളുടെ മേലെ ഇരുന്നു കൊള്ളുവാനാകണമേ. അവർ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കണമേ. ഇന്നത്തെ എല്ലാ ശുശ്രൂഷയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ലീഡർഷിപ്പ് കൊടുക്കുന്ന ഓരോ ദൈവ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അന്ന് തന്നെ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിലെ ഓരോന്നും ചെയ്തെടുക്കുക. കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ജസ്ബ്രനായി സ്തോത്രം കർത്താവേ. അടികളോടെ കർത്താവ് സഹായിച്ചല്ലോ അപ്പ വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമാക്കുന്നതിനായി അടികളോട് അങ്ങേക്ക് പറയുവാനുള്ളത് ദേവദാസി കൂടി കേൾക്കുവാൻ കർത്താവ് വഴികളെ തുറക്കുന്നതിനായിട്ട് നന്ദി പിതാവേ. നാദിയോടെല്ലാം കർത്താവ് തന്നെ കണ്ടുകൂടെടുക്കുവാനാകണമേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേലെ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ ചലിക്കണമേ. എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുന്നതിനായിട്ട് നന്ദി. അത്ഭുതങ്ങളെ ചെയ്തിരിക്കാൻ നന്ദി. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പിതാവേ. തിരുനാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. നന്ദി അപ്പാ, നന്ദി കർത്താവേ. കർത്താവ് ഞങ്ങളെ സ്നേഹിച്ച വലിയ സ്നേഹത്തിനായി അപൂർണ്ണത്തോടെ പൂർണ്ണാത്മാവോടെ പൂർണ്ണശക്തിയോടെ ആരാധിക്കാൻ ഞങ്ങളെ കഴിയണമേ. ഞങ്ങളെ ശോധന ചെയ്യുന്ന കർത്താവേ, മാർഗങ്ങളുണ്ടോ എന്ന് നോക്കി കർത്താവേ പല്ലവിയാലും പ്രാപിക്കാൻ പെരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പൂർണ്ണ ആശ്രയം ഞങ്ങളുടെ ദൈവത്തിലാകട്ടെ.
അറിയാതെ ഹല്ലേലൂയ രാവിലെ സമയം ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ. ശുശ്രൂഷകളെയും കർത്താവ് നിയന്ത്രിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ അനുഭവങ്ങൾ അനുഭവിക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ. വചനത്തിൽ കേൾക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ കർത്താവേ. ഞങ്ങൾ സംസാരിക്കുന്ന ദൈവത്തിന്റെ ദാസനെ അവിടുന്ന് ശക്തീകരിക്കണമേ. അവിടുത്തെ ആഴ്ചക്കാലം ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി തരുമാറാകണമേ. പ്രാർത്ഥനകൾക്കായി സ്തോത്രം. സകലം വേണ്ടിയായി ജീവൻ വെടിഞ്ഞ കർത്താവിന്റെ ഏറെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. 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 സ്തോത്രം. സ്തോത്രം. Praise God. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 123-ാമത്തെ സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിക്കാം. Psalm 123. ഇന്നോ നിൻ സന്നിധിയിൽ ആടിയാർക്കു വന്നു ചേരുവാനായി. ഇന്നോ നിൻ സന്നിധിയിൽ ആടിയാർക്കു വന്നു ചേരുവാനായി. തന്നാനിന്നുന്നതമാ കൃപയ്ക്കായി വന്ദനം ചെയ്തിടുന്നു. തന്നാനിന്നുന്നതമാ കൃപയ്ക്കായി വന്ദനം ചെയ്തിടുന്നു. Praise God. Hallelujah. Psalm 123. സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ, നിങ്കിലേക്ക് ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുന്നു. യഹോവേ, ഞങ്ങളോട് കൃപ ചെയ്യണമേ, ഞങ്ങളോട് കൃപ ചെയ്യണമേ. ഞങ്ങൾ നിന്ന സഹിച്ചു നിന്ന് സഹിച്ചു മടുത്തിരിക്കുന്നു. സുഖ്യന്മാരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദയും സഹിച്ച് ഞങ്ങളുടെ മനം ഏറ്റവും മടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ ഉയർത്തുവാൻ ഒരു സ്ഥലമുണ്ട്. നമ്മുടെ കണ്ണുകളെ ഉയർത്തുന്ന സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ, നിങ്ങളിലേക്ക് ഞാൻ എൻ്റെ കണ്ണുകളെ ഉയർത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളെ നാം വിളിച്ചപേക്ഷിച്ചപ്പോൾ, ദൈവത്തിന്റെ സന്നദ്ധിയിൽ നാം കടന്നു വന്നപ്പോൾ, നമ്മുടെ മനം തകർന്നപ്പോൾ, നമ്മൾ പ്രയാസത്തിലായിരുന്നപ്പോൾ, നമ്മൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും ആ സാഹചര്യത്തിൽ കടന്നു വന്ന് സഹായിച്ച ദൈവത്തെ നമുക്കൊരു പ്രാവശ്യം We praise you, God. Heavenly Father, we thank you once again for your grace, for your mercy, for your everlasting love in us, O God. We give you all praises and glory for everything that you have done to us. Thank you for keeping us in your grace. Thank you for your presence in our worship. We give you praises and glory and honor. In Jesus' name I pray. Amen. Please be seated in the presence of God. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ ആയിരിക്കാം. കർത്താവിത്രത്തോളം നമ്മുടെ ആരാധനയിൽ നമ്മോട് ഒപ്പം 2-3 പേർ ദൈവത്തിന്റെ സന്നിധിയിൽ വരുന്നിടത്ത് കർത്താവിന്റെ സാന്നിധ്യമുണ്ട് എന്ന് നമ്മൾ അരുളി ചെയ്തതുപോലെ ഇന്ന് രാവിലെയും നമ്മുടെ ആരാധനയിൽ പ്രസാദിക്കുവാൻ, നമ്മെ അനുഗ്രഹിക്കുവാൻ, നമ്മോട് സംസാരിക്കുവാൻ, നമ്മെ ധൈര്യപ്പെടുത്തുവാൻ, നമ്മെ ബലപ്പെടുത്തുവാൻ ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ഇന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ആരാധിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം ഒരു സാഹചര്യം ഒരുക്കി. ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ മധ്യത്തിൽ ഒരു ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഞാൻ നേരത്തെ അതിൻ്റെ ഒരു മെസ്സേജ് എല്ലാവർക്കും അയച്ചു. എല്ലാവരും അത് ആൾറെഡി സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞെന്ന് എനിക്കറിയാം. This is a celebration and a little bit delayed celebration. നമുക്ക് Pastor John Thomas's birthday ആണ്. I think it was on November 4, and God has given him another year in his life, and I think it is the first time that we the Compassionate Church of God here. Last year he was not here on his birthday. I think I sent a message or something like that. But today we are delighted that we as a church celebrate with you and wish you a very good life,
prosperity in every way in ministry. When we think about prosperity, we only think about bank account. But prosperity is also in ministry, is also prosperity. Prosperity in every way, that God bless you and keep you. And his wife is not with us today. We missed her the last 2 weeks, and she is taking care of her daughter who is at home. She needs help, and so let us pray for this family today. And Pastor John Thomas, he is the one praying after the offering, and he has to pray for himself today. Okay. Praise God. I think I will just say a prayer now. And Heavenly Father, we thank you for the life and ministry of Pastor John Thomas. You have called him and separated him for the ministry at a very young age. You have guided him so far, and you have placed him in ministry, and you have helped him to be successful, and you have given him the anointing of the Holy Spirit. And I pray today as a church that the same anointing will be continuing to abide in his life. And wherever he goes to minister the word of God, I pray that he gain new souls to the kingdom of God. Bless his church where he ministered the word of God continually. I pray that there will be a new growth in the churches, and everywhere that he goes, I pray that you keep him safe under your mighty hands and under your protection. So Lord, today we as a church bless him in the name of the Father, and of the Son, and of the Holy Spirit. I pray that his family may abound in the grace of God. Hallelujah. We thank you, God, for your blessings upon them. In Jesus' name we pray. Amen. Amen. Today we don't have any other thing to mention here, and if anyone have a word of testimony, maybe Pastor John Thomas want to say a word? No, okay. So if there's no testimony, anybody wanted to say a word of testimony, you can. If not, we will have the offering taken at this time. ആടി പുകഴ്ത്തിടം ദേവദേവനെ പുതിയ കൃപകളോടെ പാടി പുകഴ്ത്തിടം ദേവദേവനെ പുതിയ കൃപകളോടെ Yes, you
കർത്താവേ, സ്വർഗ്ഗപിതാവേ, നന്ദിയോടെ ഞങ്ങൾ കർത്താവിനെ വാഴ്ത്തുന്നു. ഞങ്ങൾ പാടി അവസാനിപ്പിച്ചതുപോലെ ഞങ്ങളുടെ പ്രിയ യേശുവിനെ ഞങ്ങൾ എന്നും പാടി വാഴ്ത്തുന്നു. അങ്ങയെ ആരാധിപ്പാൻ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ, നന്ദിയോടെ വാഴ്ത്തി പാടുവാൻ ഈ ദിവസം ദൈവം ഞങ്ങൾക്ക് ദാനമല്ലോ. പ്രിയ സിസ്റ്റർ ജെസ്സിക്ക് ഈ മനോഹരമായ ഗാനം പാടുവാനുള്ള കൃപ നേതൃത്വം കൊടുക്കുവാൻ കർത്താവ് ശക്തീകരിച്ചുവല്ലോ. ഇനിയും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനത്തെ ഞങ്ങൾക്ക് നൽകിത്തന്നല്ലോ. കർത്താവിന്റെ ദാസനോട് ചേർന്ന ഗാനം പ്രതികാരമായി സങ്കീർത്തനം പാടുവാൻ ഞങ്ങൾക്ക് എല്ലാവരെയും കർത്താവ് ശക്തീകരിച്ചു. കർത്താവേ, നിങ്ങളുടെ നാമമഹത്വത്തിനായി അർപ്പിച്ച സ്തോത്ര വഴിപാട് കർത്താവിന് സൗഭാഗ്യമായി തീരട്ടെ. വേദനത്തിന്റെ എല്ലാ ഭൗതിക ആവശ്യങ്ങളും സ്വർഗ്ഗത്തിലെ ഭണ്ഡാരത്തെ തുറന്ന് സമൃദ്ധിയോടെ കർത്താവ് നടത്തുമാറാകട്ടെ. സഭയുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവ് സഹായിച്ച് ധാരാളമായി അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ വചനം ഞങ്ങളോട് ഐശ്വര്യമായി സംസാരിക്കണമേ. ജസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ദിവ്യ ശക്തിയാൽ കർത്താവ് നിറയ്ക്കണമേ. ബഹു നിശ്ചയത്തോടെ, പരിശുദ്ധാത്മ നിറവോടെ, ശക്തിയോടെ ദൈവവചനം സംസാരിപ്പാൻ അങ്ങയുടെ മകനെ ഇന്ന് ഈ വേദിയിലേക്ക് കൊണ്ടുവരുമാറാകണമേ. കേൾക്കുന്ന വചനം ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാക്കി തീർക്കണം. നാമത്തിന് മഹത്വമായി ഭവിക്കട്ടെ. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ഫലമേൽപ്പിക്കും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. Because I published the order of the service earlier, and everybody know what is happening in the service. And today, Brother Justin is speaking to us from the Word of God, and I am very delighted to invite him here. And during the week, I wanted to have various speakers in our church, and just one voice is not all that good, but I like the variety of messages. That's why I ask everyone,
once in a while. So everybody is going to get a variety of messages, and God speak to different people. And today, that voice of God is going to come to us through Brother Justin, and he's going to come and minister from God's word. വചനം ജഡമായി ഭൂവിൽ വന്നു വരദായകനാം ദൈവസുതാ. വചനം ജഡമായി ഭൂവിൽ വന്നു വരദായകനാം ദൈവസുതാ. വിശ്വാസ കണ്ണാൽ കാണുന്നു നിന്നെ വിശ്വരക്ഷക നമോസ്തുതേ. വിശ്വാസ കണ്ണാൽ കാണുന്നു നിന്നെ വിശ്വരക്ഷക നമോസ്തുതേ. പരമോന്നതനാ പരിശുദ്ധ ദേവ പാരിൻ പ്രകാശമാം യേശുവേ. പാപികൾക്കായി തൻ ജീവനേകിയ പരിത്യാഗമൂർത്തേ നമോസ്തുതേ. പാപികൾക്കായി തൻ ജീവനേകിയ പരിത്യാഗമൂർത്തേ നമോസ്തുതേ. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കണ്ണുകളെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ കർത്താവേ, ഈ നല്ല സമയത്തിനായി ദൈവമേ ഞങ്ങൾ അങ്ങയുടെ മക്കളായ ഞങ്ങൾ അങ്ങയുടെ വചനവുമായി ജീവനുള്ള വചനവുമായി അങ്ങയുടെ മുൻപാകെ ഞങ്ങളായിരിക്കുമ്പോൾ തിരുവഴുത്തുകളെ തുറന്ന് കർത്താവേ അതിന്റെ മർമ്മങ്ങളെ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമാക്കി മാറ്റണം യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവേ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുൻപാകെ നിൽപ്പാൻ ദൈവം ചെയ്ത് നൽകി തന്ന എന്റെ ജീവിതത്തിൽ നൽകി തന്ന ഈ അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാനൊരു ചെറിയ ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഐ നോ ദിസ് ഇസ് എ വെരി കോമൺ ക്വസ്റ്റ്യൻ, പക്ഷെ ഞാൻ ചോദിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ കരങ്ങളിൽ ഉയർത്താമോ? ആമേൻ. ഇവിടെ കടന്നു വന്നിട്ടുള്ള എല്ലാവരും, ഈ സഭയിലുള്ള എല്ലാവരും ഇപ്പോൾ കരങ്ങളെ ഉയർത്തി. അതിനർത്ഥം എന്താ? നമ്മളെ എല്ലാവരിലും ദൈവത്തിന്റെ തൃത്വത്തിൽ മൂന്നാമനായ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നമ്മളിൽ എല്ലാവരും വ്യാപരിക്കുന്നുണ്ട് എന്ന് നാം എല്ലാവരും വിശ്വസിക്കുന്നു. സ്തോത്രം. നമുക്ക് അല്പസമയത്തിന്റെ ചിന്തയ്ക്ക് വേണ്ടി ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 4-ാം അധ്യായം 18-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നത്, ലൂക്കോസ് പറയുകയാണ് സുവിശേഷത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാക്കുകളെ അവിടെ രേഖപ്പെടുത്തുകയാണ്. കർത്താവ് പറയുകയാണ്, the spirit of the Lord was upon me, is upon me. ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് എന്നോട് കൂടെ ഉണ്ടായിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പ്രവചന വാക്കുകളെ കോട്ടിക്കൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ വാക്യം പറയുന്നതെങ്കിലും പുതിയ നിയമസഭയായ നമ്മളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇരിക്കെ കർത്താവിനോട് ചേർന്നുകൊണ്ട്, ദൈവവചനത്തോട് ചേർന്നുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഇന്ന് പകൽക്കാലം സാക്ഷ്യപ്പെടുത്തുവാൻ കഴിയും. The spirit of the Lord is upon me. ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് എന്നോട് കൂടെയുണ്ട്. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും നാം ഇത് വളരെ ലൈറ്റ് ആയിട്ട് എടുക്കാറുണ്ട്. തൃത്വത്തിൽ മൂന്നാമനായ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിനെ തന്നെ ദൈവം നമ്മുടെ ഉള്ളിലാക്കി. അതായത് the essence of the Lord is upon us. ദൈവത്വം തന്നെ ഇറങ്ങി വന്ന് നമ്മുടെ ഹൃദയങ്ങളിലുണ്ട്, എന്നിലും നിങ്ങളിലുമുണ്ട്
എന്ന് ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം നമുക്ക് ഉറപ്പു തരികയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ അതിന്റെ 14-ാം അധ്യായം 16-ഉം 17-ഉം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. And I will pray the Father and he'll give you another helper and he may abide with you forever. നിത്യതയോളം നമ്മളിൽ ആരുണ്ട്? The Holy Spirit is abiding in us. ദൈവത്വം നമ്മളിൽ വസിക്കുകയാണ്. എന്നിട്ട് താഴെ പറയുകയാണ്, the spirit of the truth whom the world cannot receive because it neither sees him or not knows him, but you know him, for he dwells with you and will be in you. തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു, അവൻ നമ്മളിലായിരിക്കുന്നു. സ്തോത്രം. പ്രിയദൈവമക്കളെ, പലപ്പോഴും നാം ഇത് മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടാണ് നമുക്ക് പല പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അഭിമുഖീകരിക്കാൻ കഴിയാതെ വരുന്നത്. ആമേൻ. ദൈവത്തിന്റെ സാന്നിധ്യം, the ark of the presence of God is within us. ദൈവത്തിന്റെ സാന്നിധ്യത്തെ വഹിക്കുന്ന മൺപേടകങ്ങളാണ് നാം ഓരോരുത്തരും. That makes us unique from those who are outside the church. സഭയ്ക്ക് പുറത്തുള്ളവരിൽ നിന്ന് എന്താണ് നമ്മെ വ്യത്യസ്തരാക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മെ വിലമതിക്കുമാറാക്കുന്നത്? അവർക്ക് ഒരുപക്ഷെ നമ്മളെക്കാൾ പണം ഉണ്ടാകും, നമ്മളെക്കാൾ വിദ്യാഭ്യാസം ഉണ്ടാകും, നമ്മളെക്കാൾ മാനമുണ്ടാകും. പക്ഷെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി സഭയ്ക്ക് പുറത്തുള്ളതിൽ നിന്ന് സഭയെ വ്യത്യസ്തമാക്കുന്നത്, യുണീക്ക് ആക്കുന്നത് എന്താ എന്ന് വെച്ചാൽ ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉള്ളതാണ്. The Spirit of the Lord is upon me. ഈ കാര്യം നാം മനസ്സിലാക്കുമ്പോൾ, ഈ വ്യക്തിത്വം നമ്മളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ടെന്ന കാര്യം നാം മനസ്സിലാക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റുവാനായിട്ടിടയായിത്തീരും. പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നുണ്ട്, ദൈവം നമ്മളിൽ ഹൃദയത്തിലുണ്ട് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ നടപ്പ് മാറും, നമ്മുടെ ഇരിപ്പ് മാറും, നമ്മുടെ ജീവിത രീതി മാറും, നമ്മുടെ വീക്ഷണം മാറും, നാം ലോകത്തെ കാണുന്ന കാഴ്ചപ്പാടുകൾക്ക് മാറ്റം സംഭവിക്കുവാനായിട്ടിടയാകും. പ്രിയ ദൈവമക്കളെ, ഈ ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് തരാൻ എത്ര വലിയ സാക്രിഫൈസ് ആണ് നമ്മുടെ കർത്താവ് ചെയ്തത് എന്ന് ഓർക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഇതിന്റെ വില മനസ്സിലാക്കാനായിട്ട് കഴിയും. നാം പലപ്പോഴും ഇതിന്റെ വില അറിയാതെ പോകുന്നത്, we take it so lightly. ദൈവം നമ്മോടുകൂടെയുള്ള ഒരു ബന്ധത്തിനു വേണ്ടി ഏദെൻ തോട്ടത്തിൽ ആദാമുമായി ദൈവം സൃഷ്ടിച്ചു. പക്ഷെ പാപം ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് മനുഷ്യനെ വിച്ഛേദിച്ച് തോട്ടത്തിനു പുറത്താക്കി പാപത്തിലായിരുന്ന മനുഷ്യനെ, ദൈവത്തിൽ നിന്നുള്ള ബന്ധം നഷ്ടപ്പെട്ട മനുഷ്യനെ തിരിച്ച് ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്കും ആ ഒരു റിലേഷൻഷിപ്പിലേക്കും കൊണ്ടുവരുവാൻ തന്റെ സ്വന്തം പുത്രനെ 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ താഴ്ന്ന ഭൂമിയിലേക്ക് ദൈവം അയച്ചു. ആ സ്വന്തം പുത്രൻ നമുക്ക് വേണ്ടി കണ്ടാൽ ആളറിയാത്ത വിധം വിരൂപനായി തീർന്നത് എന്തിനാണെന്നറിയോ? തിരിച്ച് ഈ പുത്രത്വത്തിന്റെ ആത്മാവിനെ എന്റെയും നിങ്ങളുടെയും ഉള്ളത്തിലേക്കാക്കാം. അതിപരിശുദ്ധമായ വിശുദ്ധമായ ഈ ദൈവ സാന്നിധ്യത്തിന് ഈ മൺപാത്രത്തിൽ നിൽക്കാൻ കഴിയാത്ത വിധം നാം പാപത്തിൽ അധപ്പതിച്ചു പോയപ്പോൾ ഈ ദൈവ സാന്നിധ്യത്തെ വീണ്ടും എന്റെ ഉള്ളിലേക്ക് തരാൻ വേണ്ടി, അല്ലെങ്കിൽ ഞാനും നിങ്ങളും ഇന്ന് ആരാധിക്കുന്ന ഈ ദൈവ സാന്നിധ്യം ഞാനും നിങ്ങളും അനുഭവിക്കാൻ വേണ്ടി തന്റെ സ്വന്തം പിതാവ് തന്റെ സ്വന്തം പുത്രന്റെ ജീവിതം നമുക്ക് വേണ്ടി യാഗമാക്കി തീർത്തു. കണ്ടാൽ ആളറിയാത്ത വിധം ക്രൂശിൽ വിരൂപനായി അർദ്ധനഗ്നനായി മുൾക്കിരീടങ്ങൾ ഏറ്റുകൊണ്ട് പ്രാണവേദന സഹിച്ച് ആ ക്രൂശിൽ കിടന്നത് എന്തിനാണെന്നറിയോ? ഈ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് എന്റെ ഉള്ളിൽ തരാൻ വേണ്ടി, ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക്, ഈ ഒരു കമ്മ്യൂണിയനിലേക്ക്
പകരുന്നത്. ആമേൻ. അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നുണ്ട്, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേല് ഞാൻ എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. അപ്പൊ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേല് എന്റെ ആത്മാവിനെ, ദൈവത്തിന്റെ പ്രസൻസിനെ, ഹോളി സ്പിരിറ്റിനെ പകർന്നു കൊടുക്കും. പഴയ നിയമത്തിൽ ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെട്ടപ്പോൾ വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടത്തിൽ ചുരുങ്ങിയ വ്യക്തികളിലേക്ക് മാത്രം ഒതുങ്ങി നിന്ന ദൈവ സാന്നിധ്യം, അല്ലെങ്കിൽ അതിവിശുദ്ധമായ സ്ഥലത്ത് മാത്രം ഒതുങ്ങിക്കൂടി നിന്നിരുന്ന, ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം അനുഭവിച്ചിരുന്ന ഈ ദൈവ സാന്നിധ്യം പാപിയായ ഈ മൺപാത്രത്തിലേക്ക് ഈ അന്ത്യകാലത്തിൽ തരണമെങ്കിൽ അതിന് ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്. എന്റെയും നിങ്ങളുടെയും ഉള്ളിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം പകരണമെങ്കിൽ, if God has did that great sacrifice, he has something in his mind, he has a purpose why he did it. എന്താണ് പർപ്പസ്? എന്തിനു വേണ്ടിയാ തന്റെ ആത്മാവിനെ എന്റെ ഉള്ളിലേക്ക് പകർന്നത്? Why did he give his Holy Spirit to us? The Spirit of the Lord. ആ വാക്യത്തിലേക്ക് മടങ്ങി വരാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 18-ാം വാക്യം. The Spirit of the Lord is upon me because he has anointed me. ദൈവത്തിന്റെ അഭിഷക്തനായി ഞാനും നിങ്ങളും മാറിയത് കൊണ്ട് അവൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. So ദൈവം പറയുകയാണ്, because he has anointed me, Holy Spirit is there in me. So എന്തിനാണ് ദൈവം അനോയിന്റ് ചെയ്തത്? എന്താണ് അനോയിന്റിങ്? അനോയിന്റിങ് എന്ന് പറഞ്ഞാൽ വചനം പഠിക്കുമ്പോൾ നമുക്കറിയാം, ദൈവം ഒരു പ്രത്യേക കാര്യത്തിനു വേണ്ടി നമ്മളെ ചൂസ് ചെയ്ത് നമ്മളെ സെറ്റ് അപ്പാർട്ട് ചെയ്യുകയാണ് ഒരു പ്രത്യേക പർപ്പസിനു വേണ്ടി. God is choosing us and setting apart a person for a special purpose, a definite purpose that is called anointing. അപ്പോൾ ഒരു അനോയിന്റിങ്, ഒരു പർപ്പസ് എന്നിൽ ദൈവം കണ്ടതുകൊണ്ട്, പാപത്തിലായിരുന്ന, ലോകത്തിലായിരുന്ന, മരണത്തിലായിരുന്ന എന്നെ ദൈവം വലിച്ചെടുത്ത തന്റെ ആത്മാവിനെ എന്റെ ഉള്ളിലാക്കി for a definite purpose. എന്താണ് ആ പർപ്പസ്? To preach the word of God, to preach the gospel to the world, to the poor who doesn't have the Spirit. ഈ സത്യത്തെ അറിയാത്ത, ഈ വെളിച്ചം പ്രകാശിക്കാത്ത ചിലരിലേക്ക് ദൈവത്തിന്റെ സത്യ സുവിശേഷ, ദൈവത്തിന്റെ ജീവനുള്ള വചനം അവൻ ഏന്തിക്കൊണ്ട് പോകാൻ വേണ്ടിയാ എന്നിലും നിങ്ങളിലും ദൈവത്തിന്റെ ആത്മാവിനെ പകർന്നത്. Why he anointed us? Why he gave us this Holy Spirit to us? Just to take this word to the people, to the unreached. ദൈവത്തിന്റെ സുവിശേഷം ജനങ്ങളിലേക്ക് എത്തിക്കാനായി ദൈവം നമ്മളെ അനോയിന്റ് ചെയ്തു. പ്രിയ ദൈവമക്കളെ, are we faithful? ഇന്ന് പകൽക്കാലം എനിക്ക് ദൈവസഭയോട് ഒന്നേ ചോദിക്കാനുള്ളൂ, are we faithful? പ്രിയ ദൈവമക്കളെ, നമുക്ക് ചുറ്റും സഭകൾ ഇല്ലാഞ്ഞിട്ടല്ല ദൈവം ഈ ഒരു കമ്പാഷനേറ്റ് ചർച്ചിനെ ഇവിടെ ഉണ്ടാക്കിയത്. സഭയുടെ എണ്ണം കുറഞ്ഞിട്ടാണോ? ദേശത്ത് സഭ ഇല്ലാഞ്ഞിട്ടാണോ? Why did God choose us to be in this church? Why did God give us His Holy Spirit? Why God did such a great sacrifice? എന്തിനാ ദൈവം അത്ര വലിയൊരു സാക്രിഫൈസ് ചെയ്തത്? ആമേൻ. എന്തിനാ ദൈവം നമ്മളെ അനോയിന്റ് ചെയ്തത്? Just to take this gospel to the people. Are we faithful? പ്രിയ ദൈവമക്കളെ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. സഭയായി, വ്യക്തി ജീവിതങ്ങളായി, കുടുംബമായി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. Are we faithful in taking this gospel to the unreached? നമ്മൾ പറയും, എനിക്ക് പ്രസംഗിക്കാൻ കഴിവില്ല. പ്രിയ ദൈവമക്കളെ, കഴിവല്ല നമ്മെ ഇവിടെ നിർത്തുന്നത്.
ദൈവത്തിന്റെ അഭിഷേകമാണ് നമ്മെ ഇവിടെ നിർത്തുന്നത്. എന്നെ ഞാനാക്കുന്നതും നിങ്ങളെ നിങ്ങളാക്കുന്നതും സഭയെ സഭയാക്കി മാറ്റുന്നതും നമ്മുടെ കഴിവ് കൊണ്ടല്ല, എന്നിലും നിങ്ങളിലും പകർന്നിട്ടുള്ള anointing ആണ്. That makes us unique, that makes us separate. Are we faithful towards this anointing that God gives? ബൈബിളിൽ ഒരു പാരബിൾ നമുക്ക് കാണാൻ കഴിയും. 10 താലന്ത് ഒരു യജമാനൻ കടന്നുപോയപ്പോൾ താലന്തുകളെ തന്റെ സെർവൻസിന് വിഭജിച്ചു കൊടുക്കുവാനായിട്ട് ഇടയായി. ചിലവർക്ക് 10 കൊടുത്തു, 5 കൊടുത്തു, 5 കൊടുത്തു, 2 കൊടുത്തു, 1 കൊടുത്തു. ചിലരെന്ത് ചെയ്തു? ആ ടാലന്റിനെ വ്യാപാരം ചെയ്തു. പക്ഷെ ഒരുവൻ എന്ത് ചെയ്തു? ആ ടാലന്റിനെ കൊണ്ടുപോയി കുഴിച്ചിട്ടു. പ്രിയ ദൈവമക്കളെ, ആ യജമാനൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്ത്, ആ യജമാനന്റെ ജീവിതത്തിലെ എല്ലാ സമ്പത്തുകളും he invested on. When he went away, he shared it to the people, believing that they will use those investments wisely. If God has given you some talents in your life, if God has given you something separate in your life, something imparted into your life, you are responsible to grow and make use of those talents. എന്നിലും നിങ്ങളിലും എന്തെങ്കിലും ഒന്ന് ദൈവം പകർന്നു തന്നിട്ടുണ്ടെങ്കിൽ that is something so precious, that is something so costly. തന്റെ ജീവിതത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ്, തന്റെ സ്വന്തം പുത്രനെയാണ് നമുക്ക് വേണ്ടി തന്നത്. അത് തന്നത് കൊണ്ടുപോയി കുഴിച്ചിട്ട് വെച്ച് സേഫായി വെക്കാനല്ല, അത് തന്നത് അതുകൊണ്ട് വ്യാപാരം ചെയ്ത് അതിനെ വർദ്ധിപ്പിച്ച് അനേകർക്ക് ഒരു അനുഗ്രഹമായി ദേശത്തെ ദൈവത്തിനു മുൻപാകെ നേടിയെടുക്കാൻ വേണ്ടിയാണ്. If you are unfaithful in that, കണക്ക് ചോദിക്കാനായി യജമാനൻ വരുന്ന ദിവസം, when our master comes back and take that counts of us, അന്നവൻ പറയാനായിട്ടിടയാകും, ദുഷ്ടനും മടിയനുമായ ദാസനെ, എന്റെ പുത്രനെ ഞാൻ നിനക്ക് വേണ്ടി തന്നു, എന്റെ ജീവനെ ഞാൻ നിനക്ക് വേണ്ടി തന്നു, എനിക്കുള്ളതെല്ലാം ഞാൻ നിന്നിൽ ഇൻവെസ്റ്റ് ചെയ്തു. I gave everything for you and I gave you believing that you will take it responsibly. പക്ഷെ നീ എന്ത് ചെയ്തു? ദുഷ്ടനും മടിയനുമായ ദാസനെ. എന്നിട്ട് പറയുകയാണ്, അവനെ എടുത്ത് ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയാൻ. പ്രിയ ദൈവമക്കളെ, കണക്ക് ചോദിക്കുന്ന നാളധികം വിദൂരമല്ല. When he comes and asks and take our account, are we faithful? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് ദൈവം നമ്മെ ചൊല്ലി പറയുമോ? അങ്ങനെ ഒരു സ്വരം എന്റെ പിതാവിൽ നിന്ന് കേൾക്കാൻ എനിക്ക് കഴിയുമോ? അതോ ദുഷ്ടനും മടിയനുമായ ദാസനെ പുറത്തുമോ എന്ന് സഭയെ നോക്കി പറയുമോ? നമ്മുടെ സഭയെ നോക്കി ദൈവം എന്തു പറയും? ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. Are we faithful? Amen. If you are anointed, നമ്മളിൽ ഒരു അഭിഷേകം നമ്മളിൽ ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ വചനം പറയുകയാണ്, the spirit of the Lord is upon me because he has anointed me. If you are an anointed person of God, the first thing, you will be filled by the Holy Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നിറയപ്പെടും. 2, you are protected. ദൈവത്തിന്റെ അഭിഷേകം നമ്മളിൽ ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ ഫലം നമ്മളിൽ ഉണ്ടെങ്കിൽ, ഉറപ്പാണ് ശത്രുവിന്റെ കല്ലേറുകൾ നിങ്ങൾക്കെതിരെ ഉണ്ടാകും. പഴമയുള്ള എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, മാങ്ങയുള്ള മാവിലെ ആൾക്കാരെ കല്ലെറിയത്തുള്ളൂ. If you are fruitful, ആ ഫലത്തിന് വേണ്ടി ശത്രു കല്ലെറിയും. പക്ഷെ കല്ലെറിഞ്ഞവന് വിട്ടുകൊടുക്കുന്നവനല്ല എന്റെ ദൈവം. If you are anointed, God's covering of protection will be upon you. ശത്രു എത്രയൊക്കെ നിന്നെ തകർക്കാൻ നോക്കിയാലോ, അവൻ ദാവീദിന്റെ ജീവിതത്തിലേക്ക് നോക്കിയേ, അവനെ തകർത്ത് കളയാൻ, അവനെ ഇല്ലാതാക്കാൻ ശത്രു പലവട്ടം അവന്റെ അഭിഷേകത്തെ ചോർത്തിക്കളയാൻ പലവട്ടം കിളന്ന് പരിശ്രമിച്ചപ്പോൾ, അവനിലുള്ള അനോയിന്റഡ് ആയതുകൊണ്ട്
If you are anointed, Spirit of the God will be upon you. If you are anointed, you will be protected, and the provision of God will be upon you. ഏലിയാവിനെ ഒന്ന് നോക്കിയേ. ദൈവത്തിന്റെ അഭിഷക്തനായ ഏലിയാവ് പല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി. പക്ഷേ അവന് വേണ്ടിയത് കരുതാൻ എന്റെ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനായിരുന്നു. അസാധാരണമായ നിലകളിൽ ദൈവം ഏലിയാവിനെ നടത്തി. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, if you are anointed, do not worry about your protection. Do not worry about your provisions. Only thing what you have to do is be filled in the Spirit of God. ആ കൃപയിൽ ആശ്രയിക്കാൻ നാം തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ അനോയിന്റിംഗിൽ നിലനിൽക്കാൻ ദൈവം നമ്മളെ ശക്തരാക്കി മാറ്റാനായിട്ട്. ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ, how the people will recognize our anointing? നമ്മളിലുള്ള അഭിഷേകത്തെ ജനം എങ്ങനെ തിരിച്ചറിയും? നമ്മൾ പറഞ്ഞു നമ്മൾ എല്ലാവരും anointed ആണ്, ദൈവസഭ anointed ആണ്. How the world outside will know that we are a special, chosen, set apart people of God? നമ്മളിലുള്ള അഭിഷേകത്താൽ ജനം തിരിച്ചറിയും നമ്മൾ വ്യത്യസ്തരാണ്. ഇനി നമ്മളിലുള്ള അഭിഷേകത്തെ എങ്ങനെ ജനം തിരിച്ചറിയും? How the people will know that we have the Spirit of God in us? By fruit and by the gifts that operate in our life. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിലൂടെയോ പരിശുദ്ധാത്മാവിന്റെ ഗിഫ്റ്റ്സിലൂടെയോ ഞാനും നിങ്ങളും വ്യത്യസ്തരാണ്. ലോകത്തിലുള്ളവരെങ്കിലോ ലോകക്കാരെ പോലെയല്ല. മറ്റാരിലുമില്ലാത്ത ഒരു അഭിഷേകം എന്നിലുണ്ട്, നിന്നിലുണ്ട് എന്ന് ജനം തിരിച്ചറിയുന്നത് എന്നിലും നിങ്ങളിലുമുള്ള അഭിഷേകത്താലാണ്. എങ്ങനെ ഫലം കായ്ക്കാൻ കഴിയും? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 5-6 വാക്യം വേദപുസ്തകത്തിൽ ഇങ്ങനെ കാണുന്നു. നമുക്ക് വായിക്കാം, ആർക്കെങ്കിലും എന്നെ ഒന്ന് വായിച്ച് സഹായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-6 വാക്യം. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കുമ്പോളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിച്ചാൽ അവൻ വളരെ ഫലം കായ്ക്കും. അവൻ വളരെ ഫലം കായ്ക്കും. സോ എങ്ങനെ നമുക്ക് ഫ്രൂട്ട്ഫുൾ ആകാം? ദൈവത്തിൽ ആശ്രയിക്കാതെ നമ്മുടെ കഴിവ് കൊണ്ട് നമ്മുടെ ബലം കൊണ്ട് നമുക്ക് ജയിക്കാമെന്ന് വെച്ചാൽ ഈ ക്രിസ്തീയ ജീവിതത്തിൽ പറ്റുകയില്ല. ഈ ആത്മീയ പോരാട്ടത്തിൽ ഞാനും നിങ്ങളും ഫലമുള്ളവരായി തീരണോ? ക്രിസ്തുവിൽ വസിച്ചേ പറ്റത്തുള്ളൂ. ക്രിസ്തുവിൽ ഞാനും ക്രിസ്തു എന്നിലും വസിച്ചു കഴിഞ്ഞാൽ വസിക്കുമെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. ദൈവം അണ്ടർലൈൻ ചെയ്തു പറയുകയാണ്, without me you are a zero. If I am there in your life you will be a hero, but if I am not there in your life you will be a zero. ദൈവത്തെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. If we think we are something, we are nothing without this presence of God. ദൈവത്തോട് ചേരാതെ ഒരു ഫലവും കായ്ക്കാനായിട്ട് കഴിയത്തില്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിലിടുന്നു, അവൻ വെന്തുപോകും. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കുകയും അത് നിങ്ങൾക്ക് കിട്ടും. ആമേൻ. ആമേൻ. വചനത്തിൽ ഇങ്ങനെ പറയുകയാണ്, എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തു പോകുന്നു. പിന്നെയും ജഡ്ജ്മെന്റ്. ആ മാസ്റ്ററിന്റെ പാരബിളിൽ നമ്മൾ കണ്ടു എന്താ? തീയിലേക്ക് വലിച്ചെറിയാൻ പറഞ്ഞു. Why? He was not responsible with his anointing. ഇവിടെ നാം കാണുന്നു, the person who is not responsible with the Spirit of God, the anointing of God, the Holy Spirit, the gift that is given in us. If we are not fruitful, നമ്മളെ തീയിലേക്ക് വലിച്ചെറിയാനായിട്ട്. പ്രിയ ദൈവമക്കളെ, നമുക്ക് തീരുമാനിക്കാം, തീയിൽ കിടക്കണോ, എന്റെ അപ്പനോട് കൂടെയുള്ള പുത്രത്വത്തിന്റെ അവകാശം പ്രാപിക്കണോ. അടുത്ത വാക്യത്തിൽ ആമേൻ നാം കാണുന്നു, ലാസ്റ്റ് വായിച്ച വാക്യം കൂട്ടി വായിച്ചു. ആമേൻ. ഈ വക ഫലം കായ്ക്കാൻ തയ്യാറാണെങ്കിൽ നാം എന്ത് ചോദിച്ചാലും
എന്റെ സ്വർഗത്തിലെ അപ്പൻ ചെയ്തു തരും. Because we are in the sonship of God. ഫ്രൂട്ട്ഫുൾ ആണോ? അപ്പനോട് കൂടെ നന്മ അനുഭവിക്കാം. അല്ല, if we are unfaithful, irresponsible with the calling that God has placed on us, നമുക്കുള്ള സ്ഥലം എവിടെയാ? നിത്യനരകത്തിൽ. പ്രിയ ദൈവസഭയെ, എനിക്ക് പകൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയാനുള്ളത്, ദൈവം നമുക്കൊരു കാഴ്ചപ്പാട് തന്ന് ഈ ദേശത്ത് നമ്മെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, are we faithful in the calling? വിളിച്ചവന്റെ വിളിയെ പ്രസാദിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എന്നെയും നിങ്ങളെ വിളിച്ചു, വേർതിരിച്ചു, ശരിയാ, ഈ ഒരു കാഴ്ചപ്പാട് തന്നു. ഈ സഭയുടെ ഈ ചുറ്റളവിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നാക്കി വെച്ചു. അവൻ പണം മുടക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എല്ലാം ശരിയാ, ഞായറാഴ്ചകളിൽ കടന്നു വരുന്നുണ്ട്. But are you faithful? ഫലം കായ്ക്കാൻ കഴിയുന്നുണ്ടോ? ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, ഒരു തിയോളജിയാണെന്ന് തോന്നുന്നു, ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ട് കാണുക, the best gospel a person will read is your life. ഒരുപക്ഷെ 4 ബൈബിളിലെ 4 സുവിശേഷങ്ങൾ അവൻ വായിച്ചിട്ടില്ലായിരിക്കും, പക്ഷെ നിന്റെ ജീവിതം കണ്ട് ഒരുവൻ ക്രിസ്തുവിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമോ? നമ്മളിൽ കായ്ക്കുന്ന ഫലം കണ്ടിട്ട് ഒരുവൻ ക്രിസ്തുവിനെ കാണാനായിട്ട് ഇടയാകുമോ? Are we faithful with the calling? ദൈവത്തിന്റെ വചനം പറയുകയാണ്, മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 31 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു, if you blaspheme against anything else in the world, you have forgiveness in the presence of God. Amen. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് കളിക്കാൻ നിന്ന, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ഞാനും നിങ്ങളും കളിക്കാൻ നിന്നാൽ, അൺഫെയ്ത്ത്ഫുൾ ആയ, ഇറസ്പോൺസിബിൾ ആയാൽ, there is no forgiveness. കാരണം എന്താണെന്നറിയോ? തന്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമാക്കിയിട്ട ഈ ആത്മാവിനെ എന്റെ പിതാവ് എന്നിൽ ഉള്ളിലാക്കിയിരിക്കുന്നത്. And still if you are unfaithful to this calling, to this Holy Spirit, എന്താ പറയുന്നേ? There is no forgiveness at all. എഫേഷ്യരിൽ പറയുന്നുണ്ട്, do not make grieve the Holy Spirit. എന്റെ സ്വർഗത്തിലെ അപ്പൻ എത്ര സങ്കടപ്പെടുന്നുണ്ട് പ്രിയ ദൈവമക്കളെ. പലപ്പോഴും നാം അൺഫെയ്ത്ത്ഫുൾ ആകുമ്പോൾ, ഈ അനോയിന്റിംഗിൽ, ഈ കോളിംഗിൽ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നമ്മൾ വിശ്വസ്തരല്ലാതെ കാണുമ്പോൾ എന്റെ സ്വർഗം എത്ര കരയുന്നുണ്ടെന്നൊന്ന് ചിന്തിക്കാമോ? ഒരപ്പന്റെ മനസ്സോടെ ഒന്ന് ചിന്തിക്കാമോ? ദൈവസഭയെ, ഇന്ന് പകലൊന്ന് ചിന്തിക്കുക. എന്റെ സ്വന്തം മോനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നില്ലേ, യാഗമാക്കിയില്ലേ, എന്തിനാ? If you are still unfaithful, ഞാൻ എന്ത് പറയണം? എന്റെ അപ്പനെ സങ്കടപ്പെടുത്താതിരുന്നാൽ ദൈവത്തോടുകൂടെ പന്തിയിലിരിക്കാൻ എനിക്കും നിങ്ങൾക്കും വകയുണ്ടാകും. അതിനും പിന്നെയും പറയുക, do not quench the spirit. ഈ ആത്മാവെന്ന് നമ്മുടെ ഉള്ളിൽ കടന്ന് നമ്മളെ വീണ്ടും വീണ്ടും ഇറങ്ങി ഓർമ്മപ്പെടുത്തുകയല്ല കേട്ടോ. കൃപായുഗത്തിന്റെ കാലം അവസാനിക്കുന്നതിനു മുൻപേ be faithful, be responsible to the calling, be responsible towards this anointing. കൃപയുടെ വാതിൽ എന്ന് അടയാൻ പോകുന്നതെന്ന് അറിയത്തില്ല, നമ്മുടെ കണ്ണെന്ന് അടയാൻ പോകുന്നതെന്ന് അറിയത്തില്ല. Be faithful in the calling. എന്തിനാ ദൈവം ഇതൊക്കെ തന്നെ? To preach the gospel. ഈ വചനം കയ്യിൽ എന്താ വേണ്ടിയാ ഇതൊക്കെ ചെയ്തേ? ഞാനൊന്ന് പറയട്ടെ, I was unfaithful to this word. Even till yesterday I was unfaithful. മണിക്കൂറുകൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവത്തോട് ദൂതിനു വേണ്ടി കരഞ്ഞപേക്ഷിക്കാറുണ്ട്, നിലവിളിക്കാറുണ്ട്. പക്ഷേ ദൈവത്വം ആദിയിൽ നാം കഴിഞ്ഞ ആഴ്ച വായിച്ചു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. ഈ വചനം ദൈവം നമ്മുടെ കയ്യിൽ പല നിറത്തിൽ, പല വലുപ്പത്തിൽ, പല ഭാഷകളിൽ എന്റെയും നിങ്ങളുടെയും ഉള്ളിലാക്കി വെച്ചു തന്നിട്ടുള്ളപ്പോൾ, are we faithful to this word of God? എത്ര നേരം നാം ചെലവഴിക്കുന്നുണ്ട്?
എത്ര നേരം നമ്മൾ ഈ വചനത്തിൽ ചെലവഴിക്കുന്നുണ്ട്? ഈ മെസ്സേജിലേക്ക് ഞാൻ വരാനുള്ള കാരണം, ബബിനമോൾ ഇന്നലെ ഒരു ബൈബിൾ ക്ലാസ്സിന് വേണ്ടി പോയി, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ആമേൻ. അപ്പോഴാണ് ഈ വചനത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് എനിക്ക് ഒരു ചിന്ത വന്നത്. ഞാൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ഞാൻ കരഞ്ഞു, കർത്താവേ, എത്ര ദൂരം ഈ വചനത്തെ വിട്ട് ഞാൻ ഓടിപ്പോയി. എന്റെ ജീവിതത്തിന്റെ ഇത്രയും നാളുകൾ ഈ വചനത്തെ ആഴമായി പഠിക്കാൻ ഈ ഒരു റിട്ടൺ റെവലേഷൻ നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടിയിരിക്കുമ്പോൾ നിന്നെ ശുദ്രം ചെയ്തു മയക്കിയതാ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ എവിടെ നിങ്ങൾക്ക് കാണാം? ഈ വചനത്തിൽ കാണാം. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങളുടെ മുൻപിൽ വരച്ചു കാണിച്ചിരിക്കുമ്പോൾ നിന്നെ ശുദ്രം ചെയ്തു മയക്കിയതാ. കർത്താവേ, ഞാൻ പലപ്പോഴും ഞാൻ ഇന്നലെ അവിടെ ഇരുന്ന് കരഞ്ഞു. ഞാൻ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു, പക്ഷെ ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. Am I faithful to this word of God? നമ്മുടെ തലമുറകൾ ദൈവത്തിന്റെ വചനത്തോടുള്ള ദാഹവുമായി ചെല്ലുന്നത് കാണുമ്പോൾ ദൈവസഭ എത്ര സന്തോഷിക്കണം. When we are unfaithful, they are faithful to God. Taking this word of God. ഒന്ന് ആലോചിച്ച്, 16-17 വയസ്സുള്ള കുഞ്ഞുങ്ങൾ ഒന്നിച്ചു ചേർന്ന് വചനം പഠിക്കുകയാ. ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. എന്റെ പ്രാർത്ഥന ഇതായിരുന്നു, ആ കുഞ്ഞ് ആ വചനം പഠിപ്പിക്കുമ്പോൾ അവളുടെ വായിൽ വാക്കുകൾ കുറയാൻ പാടില്ല. Let her not run out of the words. When she opened up the word, let the Holy Spirit minister to her. വൈകിട്ട് ചേച്ചി പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ ചേച്ചിയോട് ഒന്നും പറഞ്ഞില്ല, പക്ഷെ ഒരുപാട് സന്തോഷമായി. ചേച്ചി ടെസ്റ്റിഫൈ ചെയ്തു. ചേച്ചി പറഞ്ഞത് ഇതാ, അവനെ വിളിച്ചു പറഞ്ഞു, അവള് ചോദിച്ച ജനങ്ങൾ, ആ കുഞ്ഞുങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കൊടുക്കാൻ പരിശുദ്ധാത്മാവ് അവളുടെ നാവോടുകൂടെ ഇരുന്നു. That is the anointing of God. പ്രിയ മക്കളെ, മാതാപിതാക്കളെ, are we faithful? They are faithful. Our generations are faithful. Are you faithful to this word of God? എത്ര നേരം ദൈവവചനവുമായി നാം ചെലവിടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. മക്കളെ, ശരിയാ, നാം പ്രാർത്ഥിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. But are we faithful to this word of God? ഞാനല്ലായിരുന്നു കേട്ടോ, ഇന്നലെ വരെ ഞാനല്ലായിരുന്നു. ഈ വചനത്തെ വിട്ട് കുറേ ദൂരം ഞാൻ ഓടിപ്പോയായിരുന്നു. പക്ഷെ എത്ര ദൂരം ഞാൻ ഓടിപ്പോയോ അത്ര നേരം എന്റെ സ്വർഗത്തിലെ അപ്പൻ ഈ മുടിയനായ പുത്രനായ ഞാൻ മടങ്ങി വരുന്നത് വരെ എന്റെ സ്വർഗത്തിലെ അപ്പൻ കാത്തിരുന്നത് കൊണ്ട് ഇന്നലെ രാത്രി ഈ വചനം എനിക്ക് ലഭിച്ചത്. എത്ര ദൂരം എന്നെ വിട്ട് നീ ഓടിപ്പോയി. എന്റെ അപ്പൻ ഇന്ന് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ദൈവസഭയോട് ചോദിക്കാനുള്ളത്, എത്ര ദൂരം നീ എന്നെ വിട്ട് ഓടിപ്പോയി. പക്ഷേ അത്ര നേരം ഞാൻ നിന്നെ വിട്ടില്ല കേട്ടോ. ഞാൻ അവിടെ തന്നെ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാ. ഈ വചനത്തെ സ്വീകരിക്കാൻ നീ തയ്യാറാണെങ്കിൽ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരാൻ, പുത്രത്വത്തെ സ്വീകരിക്കാൻ നീ തയ്യാറാണെങ്കിൽ, നഷ്ടപ്പെട്ടു പോയ മോതിരം തിരിച്ചു തരാൻ എന്റെ ദൈവം വിശ്വസ്തനാ. കഴിഞ്ഞ ആഴ്ചയിൽ നാം പഠിച്ചു, ആമേൻ, ദൈവത്തിന്റെ വചനം ജീവൻ പകരുന്ന വചനമാണ്, ഉളവാക്കുന്ന വചനമാണ്, രക്ഷയുടെ വചനമാണ്, വെളിച്ചത്തിന്റെ വചനമാണ്. അവൻ ഇതേ വാക്യത്തിലും അത് തന്നെയാ പറയുന്നത്. The Spirit of the Lord is upon me because He has anointed me to preach the gospel of God. അങ്ങനെ preach ചെയ്യുമ്പോൾ what will happen? What is the end result? He has sent me to heal the broken hearted. ഞെരുങ്ങിയും നുറുങ്ങിയും ഇരിക്കുന്ന മനസ്സുകൾക്ക് യഹോവ സമീപസ്ഥനാണ്. അങ്ങനെയുള്ളവരിലേക്ക്, കുഞ്ഞുങ്ങളിലേക്ക് വചനം എന്തുവാൻ നമ്മുടെ തലമുറകളെ ദൈവം എനേബിൾ ചെയ്തില്ലേ? To proclaim the liberty to captives. പാപത്തിൽ കിടക്കുന്ന തലമുറകളിലേക്ക് ദൈവത്തിന്റെ വചനം ചെന്നെത്തിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം എനേബിൾ ചെയ്തില്ലേ? And recover the sight to the blind. കാഴ്ച നഷ്ടപ്പെട്ട്, പ്രതീക്ഷ നഷ്ടപ്പെട്ട്, ജീവിതത്തിന്റെ ഡയറക്ഷൻ എങ്ങോട്ട് തിരിക്കണമെന്നറിയാതെ അവൻ ടേണിംഗ് പോയിന്റിലായിരിക്കുന്ന കുഞ്ഞുങ്ങളിലേക്ക് വചനം ചെന്നെത്തിക്കുവാൻ നമ്മുടെ തലമുറകളെ ദൈവം എനേബിൾ ചെയ്തില്ലേ?
to set a liberty to those who are oppressed, to proclaim the acceptable year of the Lord. എന്തിനൊക്കെ ഈ anointing കഴിയും? മറ്റുള്ളവർക്ക് കൊടുക്കാൻ മാത്രമല്ല, ഈ വചനം എന്നിലും നിങ്ങളുടെയും കയ്യിലുള്ള ഈ വചനം, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവെ വരച്ചു കാണിച്ചിരിക്കുന്ന ഈ വചനത്തെ വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ തയ്യാറാണെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ ബ്ലൈൻഡ്നെസ്സിനെ മാറ്റാൻ, അന്ധകാരങ്ങളെ മാറ്റാൻ ഈ വചനത്തിന് കഴിയും. എവിടെയെങ്കിലും കാപ്റ്റിവേറ്റഡ് ആയിട്ട് കിടപ്പുണ്ടോ, നിന്നെ ലിബറേറ്റ് ചെയ്യാൻ ഈ വചനത്തിന് കഴിയും. എവിടെയെങ്കിലൊക്കെ ഒപ്രസ്ഡ് ആണോ, ലിബറേറ്റ് ചെയ്യാൻ ഈ വചനത്തിന് കഴിയും. Are you faithful to this word of God? Are you faithful to the calling? Are you faithful to the Holy Spirit? Are you faithful to the anointing? നമ്മളിൽ പകർന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് നാം വിശ്വസ്തരാണോ? നമ്മളിൽ പകർന്ന അഭിഷേകത്തോട് നാം വിശ്വസ്തരാണോ? നമ്മളിൽ പകർന്ന വചനത്തോട് നാം വിശ്വസ്തരാണോ? നമുക്ക് വേണ്ടി യാഗമായ ക്രിസ്തു യേശുവിനോട് നിങ്ങൾ വിശ്വസ്തരാണോ? ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ഈ രാജ്യത്തിന് വേണ്ടി ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ മോട്ടോ എന്താ? We trust in the Lord. ദൈവത്തിൽ ഞങ്ങൾ our trust is in the Lord എന്നൊരു കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യം പറഞ്ഞു. പക്ഷെ ഇന്ന് does our nation is faithful to God? Does our people is faithful to God? Does our community is faithful to our God? No. ദൈവത്തോട് അൺഫെയ്ത്ത്ഫുൾ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൽ നിന്ന് നേരെ ദൂരം, എത്ര ദൂരം നമ്മുടെ രാജ്യം, നമ്മുടെ തലമുറകൾ, നമ്മുടെ ദേശം സഞ്ചരിച്ചു എന്ന് ഓർത്തു നോക്കാമോ? Once they said, proudly said, we trust in the Lord. പക്ഷേ ഇന്നോ we trust in our politics, we trust in our economy, we trust in the military. പക്ഷെ ദൈവത്തിലുള്ള ട്രസ്റ്റ് നമ്മളെ വിട്ടു നടന്നു. ഒരിക്കൽ ദാവീദിനോട് പ്രവാചകൻ വന്ന് ചോദിച്ചു, ഒരുവൻ 100 ആടുകൾ ഉള്ളപ്പോൾ ഒരാടുള്ളവനിൽ നിന്ന് എടുത്തുകൊണ്ടുപോയ എന്ത് ചെയ്യണം? കൊന്നു കളയണം. പ്രിയ ദൈവമക്കളെ, ഇസ്രായേൽ ജനത്തോട് ദൈവം ചോദിച്ചു, നിനക്കൊരു ഭാര്യയുള്ളപ്പോൾ മറ്റൊരുവന്റെ നീ ഒരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ നീ ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്തിട്ട് ഉടമ്പടി നിഷേധിച്ച് വേശ്യാവൃത്തിക്ക് പോയാൽ നിന്നെ ഞാൻ എന്ത് ചെയ്യണം? അതിനോ ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ കഠിനമാണ്, പക്ഷേ വേദപുസ്തകം കഠിനമായി തന്നെ ഈ വിഷയത്തെ അഭിസംബോധന ചെയ്യുകയാണ്. We trust in the Lord എന്ന് ഒരിക്കൽ നമ്മുടെ നേഷൻ ഒരു തീരുമാനം എടുത്തിട്ട് we went far away. വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന നാളുകൾ, പാപത്തോട് ചേർന്ന് പാപത്തിൽ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന നാളുകൾ, എത്ര ദൂരം ഞാൻ എന്റെ അപ്പനെ വിട്ടോടിപ്പോയി. നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയേ, എത്ര ദൂരം ഈ അപ്പനിൽ നിന്ന് ഞാൻ ഓടിപ്പോയി. ദൈവത്തിന്റെ ഒരു പാട്ടുകാരൻ ഇങ്ങനെയാ പറയുന്നത്, എത്ര ദൂര അങ്ങേ വിട്ടോടി ഞാൻ. ധ്യാനിച്ചുകൊണ്ട് ഈ പാട്ടിന്റെ ഈരടികൾ നമുക്കൊന്ന് പാടാം. എത്ര ദൂര അങ്ങേ വിട്ടോടി ഞാൻ, അത്ര ചൂടും പകർന്നു
ദൈവമക്കളെ ഒന്ന് ഓർത്തു നോക്കിയേ, സ്വന്തം ജീവിതത്തിലേക്ക്, മറ്റുള്ളവരിലേക്കല്ല, സ്വന്തം ജീവിതത്തിലേക്ക് ഒന്ന് കുനിഞ്ഞു നോക്കിയേ. എത്ര ദൂരം ഒന്ന് ധ്യാനിച്ചു നോക്കി. എവിടെയൊക്കെ ഞാൻ ദൈവസന്നിധിയിൽ ഓടിപ്പോയി. ഈ അനോയിന്റിങ്ങിനോട് എണ്ണിപ്പകർന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് എത്ര ദൂരം ഞാൻ ഓടിപ്പോയെന്നൊന്ന് ഓർത്തു നോക്കാമോ? പലപ്പോഴും തള്ളി പറഞ്ഞില്ലേ, എനിക്ക് വേണ്ട, ഈ ദൈവത്തെ എനിക്ക് വേണ്ട, എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോ സ്നേഹമുള്ള എന്റെ അപ്പൻ ചൂടുള്ള ഒരു അപ്പവും കയ്യിൽ ഏന്തിക്കൊണ്ട് എന്റെ അടുത്ത് കടന്നു വന്നിട്ട്, മോനെ ഇത് കഴിക്ക്, നിനക്ക് തണുക്കുന്നുണ്ടോ, അവൻ ഞാൻ നിനക്ക് ചൂട് തരാമെന്ന് പറഞ്ഞ് നമ്മളെ സ്നേഹിച്ച രാത്രികളൊന്ന് ഓർത്തു നോക്കിയേ. തള്ളി പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ലെന്നെ നീ, ചൂടുള്ളൊരപ്പവും കുളിരാ ചൂടും പകർന്നു തന്നെന്നിൽ നീ, ഇത്രമേ എന്നെ സ്നേഹിച്ചുവോ, ഇതെത്രയും വിചിത്രമേ. വിചിത്രമല്ലേ? ഇത്ര സ്നേഹിച്ച ആരെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടോ? തള്ളി പറഞ്ഞിട്ട്, ഒറ്റപ്പെടുത്തിയിട്ട്, വേണ്ടാന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോയിട്ട്, അൺഫെയ്ത്ത്ഫുൾ ആയിട്ട് ഇത്ര മേൽ എന്നെ സ്നേഹിച്ചുവോ? എന്ത് കണ്ടു എന്നിൽ നീ? ക്രൂശിൽ കിടന്നപ്പോഴും കാരിലും ബാണിയല്ല വേദന, ക്രൂശിൽ കിടന്നപ്പോഴും എന്റെ അപ്പന്റെ വേദന, കാരിലും ബാണിയല്ല വേദന, നാശത്തിലായൊരു രക്ഷയ്ക്കാ ആശിച്ചതല്ലയോ ആരോധന, ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ, ഇതെത്രയും വിചിത്രമേ സുരക്ഷക, ഇത്രമേ എന്നെ സ്നേഹിച്ചുവോ, ഇതെത്രയും വിചിത്രമേ സുരക്ഷക, എത്ര ദൂര അങ്ങേ വിട്ടോടിയ, അത്ര നേര കാത്തു നിന്നെ നീ. ഓർത്തു നോക്കുമോ? എത്ര ദൂര അങ്ങേ വിട്ടോടിയ, അത്ര നേര കാത്തു നിന്നെ നീ. ദൈവമക്കളെ, എത്ര ദൂരം ഈ അപ്പനെ വിട്ട് ഞാൻ നിങ്ങൾ ഓടി, എത്രമാത്രം നമ്മൾ ഈ അൺഫെയ്ത്ത്ഫുൾ ആയി മാറി. ദൈവം തന്ന കൃപയോട്, പരിശുദ്ധാത്മാവിനോട്, അനോയിന്റിങ്ങിനോട്, how much we were unfaithful, but still he is faithful because he cannot change his character. Even when you are unfaithful, my God is faithful because he cannot change his character. എത്ര ദൂരം ഞാൻ എന്റെ ദൈവത്തെ വിട്ടുപോയോ, അത്ര ദൂരം എന്റെ ദൈവം എനിക്കായി കാത്തു നിന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ രാജ്യത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എത്ര ദൂരം ഈ ദിവസങ്ങളിൽ രാജ്യം വിട്ടുപോകുന്നു, അത്ര നേരം എന്റെ അപ്പൻ കാത്തു നിൽക്കുന്നുണ്ട്. ഈ നഷ്ടപ്പെട്ടു പോയ, ആരും നോക്കാതിരിക്കുന്ന ഈ ദൈവവചനത്തെ ജനത്തിങ്കലേക്ക് പ്രഘോഷിപ്പിക്കുവാൻ ഈ പരിശുദ്ധാത്മാവിൽ നമ്മളിൽ പകരുന്ന അഭിഷേകത്തോടെ, if we are ready to take this gospel to the unreached, if we are ready to take this gospel to the unreached, ദൈവം നമ്മുടെ ദേശത്തെ മടക്കിക്കൊണ്ടുവരും. ദൈവം എനിക്ക് തന്നൊരു ടാഗ്ലൈൻ ആണ്, റിട്ടേണിംഗ് നേഷൻ will experience revival.
മടങ്ങി വന്ന രാജ്യം, ദൈവസന്നിധിയിലേക്ക് രാജ്യം മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ they will experience revival. ആരൊക്കെ എവിടെയൊക്കെ ദൈവവചനത്തിലേക്ക് മടങ്ങി വരുന്നോ, ഞാനും നിങ്ങളും വ്യക്തി ജീവിതത്തിൽ ദൈവവചനത്തിലേക്ക് മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ there starts a revival. റിവൈവലിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നുണ്ടോ? ദേശത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളെ കരുതുന്നുണ്ടോ? Only one thing that we have to do. Come back to the word of God. Come back to the Holy Spirit. Come back to the anointing. Be faithful in these days. God will bless us. Amen. Praise God. എല്ലാവർക്കും ദൈവസന്നിധി എല്ലാവർക്കും ഇരിക്കാം. നാം കേട്ട ദൈവവചനത്തിന്റെ മുൻപാകെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ സമയത്ത് പ്രിയാച്ചായൻ പ്രാർത്ഥിച്ച് സഭായോഗം അവസാനിപ്പിക്കും. അനുഗ്രഹിക്കപ്പെട്ട വചനം കേൾക്കുന്നതിനായി അവരെ അനുഗ്രഹിക്കണേ. നിങ്ങളുടെ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കത്താറ് സഭയിലെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കൾക്കായി സഭയിലുള്ള കുടുംബങ്ങളോട് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന രാജ്യത്തെ ബലപ്പെടുത്തണേ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചുറ്റുപാടുള്ള അയൽവാസികളെല്ലാം അനുഗ്രഹിക്കണേ. സഭയുടെ വിസ്താരപ്പെടുത്തണേ. ദിവസത്തെ ഞങ്ങളൊക്കെ അനുഗ്രഹിക്കണേ. ആത്മാക്കളെ ഞങ്ങൾക്ക് കർത്താവ് ഈ പോളിയ പ്രദേശത്തിന് ചുറ്റുപാടും തന്നെ സഭയുടെ പ്രാർത്ഥന കർത്താവ് നന്ദിയോട് സഭ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് രാജ്യത്തെ അനുഗ്രഹിക്കണേ. ശത്രുക്കളെല്ലാം പുറമെ പിടിക്കണേ പ്രാർത്ഥിക്കുന്നു. ജോലി കാര്യങ്ങളെ യാത്രയായിരിക്കും കർത്താവ് സൂക്ഷിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളെ കർത്താവ് സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാത്തുള്ളവനെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രാർത്ഥിക്കാൻ കടപ്പെട്ട എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാചനകളുടെ ക്ഷേത്രം സഭേശ്വർത്താൻ വലിയ നാമത്തിൽ തന്നെ അനുഗ്രഹത്തോടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.